മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള സസ്പെൻസ് തുടരുന്നതിനിടെ പുതിയ നീക്കങ്ങളുമായി ഏക്നാഥ് ഷിൻഡെയും ശിവസേനയും. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ല എന്നാണ് ഏക്നാഥ് ഷിൻഡെ പറയുന്നത്. അധികാരത്തിന് പുറത്ത് നിൽക്കാനാണ് തനിക്ക് താല്പര്യമെന്നാണ് ഏക്നാഥ് ഷിൻഡെ ആവർത്തിച്ചു പറയുന്നത്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഷിൻഡെ തന്നെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏക്നാഥ് ഷിൻഡെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്നൊരു ഓപ്ഷൻ ബിജെപിയും എൻസിപിയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് വിവരം. മഹാവികാസ് അഘാഡിയെ ഇതുവഴി പ്രതിരോധത്തിലാക്കാമെന്നും മഹായുതി കണക്കുകൂട്ടുന്നുണ്ട്. തങ്ങൾക്ക് 2 ഉന്നത സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അത് സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുമെന്നും എതിരാളികളായ മഹാവികാസ് അഘാഡിയെ തരം താഴ്ത്തുമെന്നുമാണ് ബിജെപിയും എൻസിപിയും കണക്കുകൂട്ടുന്നത്. 2 ദിവസം മുൻപ് ഞാൻ ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പമായിരുന്നു, മറ്റ് നേതാക്കളും MLA-മാരും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് ശിവസേന MLA ഭരത് ഗോഖ്വാലെ പറഞ്ഞത്. അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ തങ്ങളോട് പറഞ്ഞുവെന്നും എന്നാൽ അങ്ങനെ ചെയ്യരുത് എന്ന് തങ്ങൾ നിർബന്ധിച്ചുവെന്നും ഗോഖ്വാലെ വ്യക്തമാക്കി. സർക്കാരിന്റെ ഭാഗമായിരുന്ന് അദ്ദേഹം പ്രവർത്തിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ഉപമുഖ്യമന്ത്രിയാകുന്നത് എതിർക്കുകയാണെങ്കിൽ ഷിൻഡെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് എല്ലാ മഹായുതി സഖ്യകക്ഷികളും ചർച്ച ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം മുഖ്യമന്ത്രിക്ക് ശേഷമുള്ള 2ാമത്തെ സ്ഥാനമാണ്. മാത്രമല്ല ഇതുവഴി സർക്കാരിന് സുഗമമായി പ്രവർത്തിക്കാനും സാധിക്കും. മഹാവികാസ് അഘാഡിയിലെ ഒരു പാർട്ടിക്കും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാൻ ആവശ്യമായ സീറ്റ് ലഭിച്ചിട്ടില്ല. ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ കുറഞ്ഞത് 29 MLA-മാരെങ്കിലും വേണം. അതേസമയം പ്രതിപക്ഷ നേതാവ് സ്ഥാനം MVAക്ക് മൊത്തത്തിൽ അവകാശപ്പെടാമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു സഖ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനാൽ MVAക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാം. ഞങ്ങൾ അതിന് അവകാശവാദം ഉന്നയിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് വക്താവ് അതുൽ ലോന്തയാണ് ഇങ്ങനെ പറഞ്ഞത്. ഷിൻഡെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. അവർ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടാകാമെന്നും എന്നാൽ ഷിൻഡെ പ്രതിപക്ഷ നേതാവാകുമെന്ന് കരുതുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെന്നും ലോന്തേ പറയുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം എന്ന ആവശ്യത്തിൽ നിന്ന് ശിവസേന പൂർണ്ണമായി പിന്മാറിയിട്ടില്ല എന്നാണ് വിവരം. ഷിൻഡെയുടെ പ്രവർത്തന മികവ് കാരണമാണ് മഹായുതിക്ക് തുടർഭരണം ലഭിച്ചതെന്നാണ് ശിവസേന MLA ഗുലാബ്ര റാവു പാട്ടീൽ പറയുന്നത്. എന്നിരുന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എന്ത് തീരുമാനമെടുത്താലും അവരെ പിന്തുണയ്ക്കുമെന്ന് ഷിൻഡെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.